ഉണ്ടായിരുന്നു. കായൽ സാമ്രാട്ട് എന്നൊരു സബ്ജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അത് 3 റൈറ്റേഴ്സ് ആയിരുന്നു. അത് കഥ ഷാജി പാണ്ഡവത്ത്, തിരക്കഥ ഡെനിസ് ജോസഫ്, സ്ക്രിപ്റ്റ് ദാമോദരൻ മാസ്റ്റർ. അത് ഏതാണ്ട് മൂവായി ഒരു ഫൈനൽ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് വർക്കൗട്ട് ആവാതെ പോയി. എന്നല്ല ഇത്രയും കോസ്റ്റ് ഒന്നും അന്ന് താങ്ങത്തില്ല. അന്ന് ഈ പറഞ്ഞാൽ മമ്മൂക്ക നല്ല സ്ട്രോങ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു നമ്മുടെ കാൽക്കുലേഷന് മുകളിലായിരുന്നു എൻ്റെ പ്രോജക്റ്റിന്റെ കോസ്റ്റ്. ഇപ്പൊ മോഹൻലാലിന്റെ പ്രോജക്റ്റ് കാർത്തികേയൻ മാറിപ്പോയത് അതുകൊണ്ടാണ്. അതൊരു ഡാമിന്റെ സെറ്റ് ഇടണം, ഹെലികോപ്റ്റർ ഫൈറ്റ്, കണ്ടെയ്നർ, അതിന്റെ മേലിൽ ഫൈറ്റ്, ഇങ്ങനെയുള്ള സംഭവം. അതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. അത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു. കാരണം കാൽസാമ്രാട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. മമ്മൂക്ക ട്രിപ്പിൾ റോളായിരുന്നു. ഒരു അച്ഛനും 2 മക്കളായിട്ട്, ഒരു കർഷകന്റെ ഒക്കെ നല്ല സബ്ജക്റ്റ് ആയിരുന്നു. അതിപ്പോ ഈ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഇനി വീണ്ടും വർക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് സംഭവിക്കാതെ പോയതാണ്. മമ്മൂക്കയുടെ എന്റെ സബ്ജക്ട് സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 സാധനം വരും, 7-8 സാധനം വരും. ഈ ഒരു പടം കൂടെ ചെയ്യണം. IPS ഒരു സാധനം കിടപ്പുണ്ട്. ഞാൻ ബാബുവിനെ വെച്ചിട്ട് ഞാൻ ഒരു സാധനം സബ്ജക്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടൈറ്റില് ബോബ് ആന്റണി എന്ന് പറഞ്ഞൊരു അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ അല്ലെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടില്ല. സബ്ജക്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മമ്മൂക്കയിലേക്ക് പോകും. അതിന് മുമ്പ് മമ്മൂക്കയുടെ ഡിസ്കഷൻ ആണ്. മോഹൻലാലായിട്ട് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അത്രയാണ് എൻ്റെ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫീൽഡ് വിടുകയാണ്. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അത്രയേ ഉള്ളൂ എൻ്റെ സിനിമ. ഈ പടങ്ങളൊക്കെ ഞങ്ങളുണ്ട്. ഞങ്ങള് സിനിമ ഫീൽഡ് അവനെ വിടാൻ സമ്മതിക്കുന്നില്ല. ഇതിനൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇപ്പൊ തന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡ് കണ്ട് 94 കണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെന്നറിയാമോ, ചെറിയ വയസ്സ് 16 വയസ്സിൽ വന്നാണ് ഫീൽഡിൽ ഞാൻ പ്ലസ് പ്രീ ഡിഗ്രി എഴുതിയിട്ട് പിന്നെ സ്റ്റുഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിഗ്രി എടുത്തത്. പിന്നെ ഒത്തിരി പേരിലൂടെ ഞാൻ വർക്ക് ചെയ്തു. 40ഓളം പടങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. 24ാമത്തെ വയസ്സ് എൻ്റെ ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്തു. 40 വർഷം ആവത്തും. ഇനി എന്താണ്, ഇനി ഒരു 4-5 പടം ചെയ്യുക, ബാക്കൗട്ട് ചെയ്യുക എന്നാണ് സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം. അത് ഇനി ചെയ്യുമ്പോൾ ഉള്ള പടം എല്ലാം ഒരു മൈൽ സ്റ്റോൺ പടം പോലെ ആയിരിക്കാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുടെ സബ്ജക്റ്റ് അല്ല ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയുള്ള ആഗ്രഹം. ഇനി എല്ലാം നമ്മുടെ ഇതല്ലല്ലോ എല്ലാം. ഓക്കെ. പക്ഷെ സാർ ഇങ്ങനെ പറയും, സാർ ഒരു ഗ്യാപ്പ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും. ഞാൻ കന്യാകുമാരി ചെയ്തപ്പോൾ സാർ ഒരു 6 years ഗ്യാപ്പിലായിരുന്നു പിന്നെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സാർ വീണ്ടും വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്നും സാർ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ വീണ്ടും വരും.